ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ജയ്പൽഗുരി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്, ന്യൂ ജയ്പൽഗുരി എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഡാർജിലിംഗിലേക്ക് പോകാനുള്ള വഴിയിലാണ്. ഡാർജിലിംഗ് കഴിഞ്ഞിട്ട് വേണം കാഠ്മണ്ഡു പിടിക്കാനായിട്ട്. ഇത് ആക്ച്വലി വെസ്റ്റ് ബംഗാളിലെ ഒരു ഭാഗമാണ് ഈ ജയ്പൽഗുരി എന്ന് പറഞ്ഞ സ്ഥലം. അവിടുന്ന് പിന്നെ ഇത് നേപ്പാളിൻ്റെയും ഭൂട്ടാൻ്റെയും ഇടയിൽ കൂടെ കടന്നു പോകുന്ന ഒരു ഇന്ത്യയുടെ ഒരു പോർഷനാണ്. അത് കഴിഞ്ഞിട്ട് കുറേ ലാസ്റ്റ് എവറസ്റ്റിൻ്റെ സൈഡിലെത്തുമ്പോഴാണ് ഈ ഡാർജിലിംഗ് വരുന്നത്. അപ്പോൾ ഡാർജിലിംഗ് പോയിട്ട് വേണം കാഠ്മണ്ഡു പിടിക്കാനായിട്ട്. അപ്പോൾ ഡാർജിലിംഗിലേക്ക് പോകാനുള്ള ഒരു വഴിയിലാണ് ഞാനിപ്പോൾ. അപ്പോൾ സ്റ്റേഷനിൽ ഇറങ്ങി അവിടുന്ന് ഇതുപോലത്തെ ഒരു റിക്ഷയിൽ ഈ സിലിഗുരി എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി. ഇതൊരു നാടൻ ഗ്രാമം. ഇവിടെ വളരെ റഷായിട്ടുള്ളൊരു ഏരിയയാണ്. ഒരു ഇതൊക്കെ തന്നെ ഇവിടുത്തെ വണ്ടികളൊക്കെ കണ്ടിട്ട് രസം പിടിച്ച വണ്ടികളാവും. ഇത് ബാറ്ററിയിലെ ഓട്ടം തോന്നുന്നു, സൗണ്ട് ഒന്നും കേൾക്കാമല്ലോ. പിന്നെ ഓട്ടോറിക്ഷ ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം കൂടിയിട്ടുള്ള വളരെ ബിസിയസ്റ്റ് ആയിട്ടുള്ളൊരു സ്ഥലം. കുറേ ടൂറിസ്റ്റുകളുണ്ട്. ഇനി ഇവിടുന്ന് എനിക്ക് ബസ് കിട്ടും. ബസ് അല്ലാതെ എൻഗേജ് വിളിച്ച് പോകാം. ടാക്സി ഉണ്ട്, ഷെയർ ടാക്സികളുണ്ട്. പക്ഷേ ഞാൻ ഗവൺമെൻറ് ബസ്സിൽ പോകാൻ ഉദ്ദേശിക്കുന്നത്. ഗവൺമെൻറ് ബസ്സിൽ പോകാനുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹൈറ്റിലിരുന്ന് കാണാം. പിന്നെ അവർ കുറേ വില്ലേജുകളിലേക്ക് ഉള്ളിലോട്ട് കൊണ്ടുപോകും. സമയം കുറച്ച് പോകും. ഇപ്പോൾ ഡാർജിലിംഗ് ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കണമെന്നില്ലല്ലോ. നമ്മൾ കാണാൻ ഇറങ്ങിയിരിക്കുന്നത് ഇങ്ങനത്തെ ഇന്ത്യനെ കാണാനല്ല ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ വില്ലേജുകളിലും പോകും. അപ്പോൾ ആ വില്ലേജുകളൊക്കെ കയറി പോകണമെന്നുണ്ടെങ്കിൽ ഈ ബസ്സിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു ടോയ് ട്രെയിൻ ഉണ്ടായിരുന്നു. അതിൽ 8 മണിക്കൂർ ട്രാവലാണ്. അതിനൊരു ജസ്റ്റ് മിസ്സായി. ഇന്നലത്തെ ക്ഷീണത്തിലൊന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ അത് എണീറ്റ് വരാൻ മിസ്സായി. പിന്നെ അതിൻ്റെ ടിക്കറ്റ് കിട്ടാനും ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു. എന്തായാലും അതൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ ബസ് പിടിക്കാനുള്ളൊരു ശ്രമത്തിലാണ്. ഇനിയൊരു മാർക്കറ്റ് കഴിഞ്ഞിട്ട് ഇവിടെ എവിടെയോ ബസ് കിട്ടുമെന്ന് പറഞ്ഞു. ഓക്കെ, ബസ് കിട്ടുന്നവരെ നമ്മുടെ കാഴ്ചകൾ ഇങ്ങനെ തുടരും. താങ്ക് യു.